നമസ്കാരം, സുമൻ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. അടിപൊളി ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാറ്റേണിലുള്ള ഏറ്റവും ന്യൂ ക്വസ്റ്റൻ ആണ്. അതും നമ്മുടെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ട്രിഗണോമെട്രി. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റന്റെ കാര്യം പറയുമ്പോൾ കുട്ടികൾക്ക് അത്ര ഈസി അല്ല. മിക്ക ക്വസ്റ്റൻസുകളും കത്താറില്ല. മീൻസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് ഫോർമുലാസുകൾ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഏത് ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ഒക്കെ പഠിച്ചോണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് വരും. എല്ലാവരും ഫോളോ ചെയ്തേക്കണം. പിന്നെ പ്ലസ് ടുവിന്റെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്താൽ പ്ലസ് ടുവിനൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കാൻ വളരെ ഈസിയാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് a plus b equal to pi by 4, 45 degree, prove that 1 plus tan a into 1 plus tan b is equal to 2 എന്ന് ഷോ ചെയ്തിട്ട് hence find tan 22 and half. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ പഴയ കാലത്ത് എന്ന് പറയാൻ കുറച്ച് നാൾക്കൊക്കെ മുമ്പ്, അതൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്വസ്റ്റൻ വളരെ ഫേമസ് ആയിരുന്നു കുറേ വർഷങ്ങളായിട്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് ഗ്യാപ്പ് ഒക്കെ ഇട്ട് തിരിച്ചു വന്നേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. a plus b pi by 4 ഇതാണ് നമുക്ക് തന്നേക്കുന്ന ആദ്യത്തെ ഡേറ്റ. a plus b pi by 4 ആണെങ്കിൽ ഇങ്ങനെ ഷോ ചെയ്യണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ നോക്കിക്കേ, ടാനിലോട്ടല്ലേ മോനെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അപ്പുറം ഇപ്പുറം ടാനെ തുടങ്ങണം. സൈനോ കോസോ തുടങ്ങിയിട്ട് കാര്യമില്ല. ടാൻ, ദാറ്റ് മീൻസ് tan of a plus b is equal to tan of pi by 4. Okay, അപ്പുറം ഇപ്പുറം ടാൻ അപ്ലൈ ചെയ്തു. tan of a plus b, tan of x plus y, ആ ഫോർമുല അപ്ലൈ ചെയ്യണം. tan of a plus b വരുമ്പോൾ that is tan a plus tan b by 1 minus tan a tan b is equal to what is tan pi by 4? tan 45, 1. അപ്പൊ ഈ സ്റ്റെപ്പുകളൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓരോ സ്റ്റെപ്പും കഴിയുന്നതോറും നിങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ. നെക്സ്റ്റ് ഇവനെ കൂടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇവനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that is tan a plus tan b is equal to, അപ്പൊ ഇതേ ഈക്വൽ ടു ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ 1 into ഇത്രയും, 1 into ഇത്രയും എന്ന് പറഞ്ഞാൽ അത് തന്നെ 1 minus tan a tan b. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ മൈനസ് tan a tan b ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണേ. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നോക്കിക്കേ, ദാറ്റ് ഈസ് tan a ഉണ്ടല്ലോ, tan a പ്ലസ് tan b, 1 minus tan a tan b ആയിരുന്നു. ഞാൻ ഈ മൈനസിനെയും കൂടി ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസിന് ആദ്യം ഇങ്ങനെ എഴുതാണ് tan a tan b പ്ലസ് tan a പ്ലസ് tan b ഈക്വൽ ടു 1. ഇതാണ്ടേ, ഈ മൈനസ് ഓഫിനെ ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നുണ്ടല്ലോ. പിന്നുള്ള പ്ലസ് tan a ഉണ്ട്, പ്ലസ് tan b ഉണ്ട്, ഈക്വൽ ടു 1 മാത്രമായി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ നോക്കിക്കേ, നമ്മുടെ ആൻസറിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 2 ആ. ഇപ്പൊ നിലവിൽ നമുക്ക് 1 ഉണ്ട്. അപ്പൊ ഈ 1 ഒന്ന് 2 ആകണമെങ്കിൽ ഒരു 1 ആഡ് ചെയ്താൽ പോരായോ? ആ കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പുറം ഇപ്പുറം ഞാൻ 1നെ ആഡ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് tan a tan b പ്ലസ് tan a പ്ലസ് tan b പ്ലസ് 1 ഈക്വൽ ടു 1 പ്ലസ് 1. അപ്പൊ എന്താ ചെയ്തത്? ഇവിടെ വന്നപ്പോ ഒരു 1 ആഡ് ചെയ്തു, ഈക്വലിന്റെ അപ്പുറയും 1 ആഡ് ചെയ്തു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആയിട്ടൊരു ആഡ് ചെയ്തു 1, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ മോനെ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ 1 2 3 4 ടൈംസ് ഉണ്ട് അല്ലേ. റൈറ്റ് സൈഡ് 1 plus 1 2 ആയി. അപ്പൊ നമ്മുടെ പ്രൂവ് ദാറ്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഏകദേശം ഒക്കെ ശരിയായിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ടൈംസിൽ നിന്ന് ഇത്രയും, ഈ രണ്ട് ടൈംസിൽ നിന്ന് നമുക്ക് ആരുണ്ട് മോനെ കോമൺ? ഇവിടെ tan a tan b, ഇവിടെ tan a. അപ്പൊ രണ്ടിടത്ത് tan a ഇല്ലയോ? tan a ഇങ്ങോട്ട് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഇവിടുന്ന് ആരുണ്ട് മോനെ? tan b ഉണ്ട് അല്ലേ. പ്ലസ് tan a നിന്ന് tan a പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരുണ്ട് മോനെ? 1. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 ടൈംസിൽ നിന്ന് tan a കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ tan b പ്ലസ് 1. നെക്സ്റ്റ് 2 ടൈംസ് ആയിരിക്കാം മോനെ? tan b പ്ലസ് 1 ആണ് അല്ലേ. അവിടെ ആരും കോമൺ ആയിട്ടൊന്നുമില്ല. tan b പ്ലസ് 1 ആരും കോമൺ ഇല്ലെങ്കിൽ നമ്മുടെ ദൈവമുള്ള പോലെ 1, ദാറ്റ് ഈസ് 1 into tan b plus 1. ഇങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. വെറും tan b plus 1നെ 1 into tan b plus 1, വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് മീൻസ് 1നെ കോമൺ എടുത്ത് കേട്ടോ. തന്നെ 1 ഈക്വൽ 3 2. ഇപ്പൊ ഇത് വായിച്ചേ, tan a into tan b plus 1, 1 into tan b plus 1. അപ്പൊ നമുക്ക് ആരെ കോമൺ എടുക്കാം? അഗൈൻ tan b plus 1നെ കോമൺ എടുക്കാം. രണ്ടിടത്തും ഉണ്ട് കേട്ടോ. then tan b plus 1 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ അതിനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് tan a കിട്ടും, പ്ലസ് ഇവിടുന്ന് 1 കിട്ടും, ഈക്വൽ ടു. ആൻസർ ആയി മോനെ. ഒന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിക്കേ. 1 plus tan a 1 plus tan b ഈക്വൽ എത്ര കിട്ടി? 2.
പ്രൂവ് ദാറ്റ് ആയി. കണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് ഒന്ന് ചെയ്ത് കാണിച്ചെങ്കിലും ചെയ്യാൻ പറ്റും. അല്ല ഇങ്ങനെ നമുക്ക് ചെയ്യണമെന്നൊന്നും ഒരിക്കലും അങ്ങ് എളുപ്പം എല്ലാവർക്കും തോന്നില്ല. ഓക്കെ, ഹെൻസ് ഫൈൻഡ് ദ ഇനി tan 22½ എന്നാണ് അല്ലെ. tan 22½ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ a+b π/4 ആണല്ലോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എയ്ക്കും ബിക്കും ഞാൻ 22½ എന്ന് അസ്യൂം ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ. രണ്ടിനെയും കൂടെ സമം 45 വരും, π/4 വരും, ശരിയല്ലയോ? a+b അവർ പറയുന്നത് 45 ആവണമെന്നാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എയ്ക്ക് 22.5, ബിക്ക് 22.5, രണ്ടുകൂടെ ചേരുമ്പോൾ 45. ഓക്കെ, അപ്പൊ ഞാൻ എയ്ക്കും ബിക്കും 22½ കൊടുക്കുമ്പോൾ ഈ സ്റ്റെപ്പ് എങ്ങനെ വരും നോക്കിക്കേ. tan 22½ + 1 ഇൻറ്റു അഗെയിൻ tan, ഇവിടുത്തെ എയ്ക്കും അത് തന്നെയാണ്, tan 22½ + 1 = 2. ഇപ്പൊ നോക്കിക്കേ, രണ്ട് സെയിം ടൈംസ് ആയില്ലയോ? a ഇൻറ്റു എ പോലെ tan 22½ + 1 tan 22½ + 1 എന്ന് പറയുമ്പോൾ സെയിം ടൈംസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? tan 22½ + 1 the whole square = 2. അവിടുന്ന് നമുക്ക് ഈ സ്ക്വയറിനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് tan 22½ + 1 ഈസ് ഈക്വൽ എത്രന്ന് കിട്ടി? √2 എന്ന് കിട്ടി. ശരിയല്ലേ? tan 22½ + 1 the whole square ആയിരുന്നു. അവിടുന്ന് tan 22½ + 1 എടുക്കുമ്പോൾ 2ന്റെ റൂട്ട് എടുത്ത് √2. ബാക്കി ഞാൻ ഇങ്ങോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് tan 22½ ഈസ് ഈക്വൽ ടു √2 - 1. ഇയാളങ്ങ് അപ്പുറത്ത് ചോദിക്കുമ്പോൾ tan 22½ ഈസ് ഈക്വൽ √2 - 1. അവർ ചോദിച്ച പോലെ ആൻസറും കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് നല്ല ക്വസ്റ്റ്യൻസുകൾ. ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ പുതിയ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചെങ്കിലേ മാത്സ് ഒരു എക്സ്ട്രാ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നമ്മൾ ജീവിതം ഒതുങ്ങിപ്പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഉടനെ ബുക്കിലോട്ട് എഴുതി വെച്ചേക്കണം. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നല്ല അടിപൊളിയായിട്ടുള്ള മെത്തേഡിൽ കൂടെ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചിട്ട് പോവാ. ഗുഡ് ബൈ.